പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 10ാം ക്ലാസ്സിലെ ഫിസിക്സിലുള്ള 6ാമത്തെ അധ്യായമാണ് കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും, വിഷൻ ആൻഡ് ദ വേൾഡ് ഓഫ് കളേഴ്സ്. ഈ ചാപ്റ്ററിൽ ആദ്യം കണ്ണിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമ്മുടെ കണ്ണിൽ ഉള്ള ലെൻസ് കോൺവെക്സ് ലെൻസ് ആണ്. ആ കോൺവെക്സ് ലെൻസിലൂടെ പ്രകാശരശ്മികൾ കടന്നു വന്ന് റെറ്റിനയിൽ ഫോക്കസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കാഴ്ച എന്നുള്ള ഒരു അനുഭവം ഉണ്ടാവുന്നത്. അപ്പോൾ ഒരു വസ്തുവിനെ വ്യക്തമായി കാണാൻ കഴിയുന്ന ഏറ്റവും അടുത്തുള്ള ബിന്ദുവിനെ നിയർ പോയിന്റ് എന്നാണ് വിളിക്കുന്നത്. ആരോഗ്യമുള്ള കണ്ണുകൾക്ക് വ്യക്തമായ കാഴ്ചയ്ക്കുള്ള കുറഞ്ഞ ദൂരം 25 സെന്റിമീറ്റർ ആണെന്ന് കണക്കാക്കിയിരിക്കുന്നു. ഒരു വസ്തുവിനെ വ്യക്തമായി കാണാൻ കഴിയുന്ന ഏറ്റവും അകലെയുള്ള ബിന്ദുവാണ് ഫാർ പോയിന്റ്. ഈ ദൂരം അനന്തമായി ഇൻഫിനിറ്റി ആയിട്ട് കണക്കാക്കപ്പെട്ടിരിക്കുന്നു. ഇനി നമ്മൾ വസ്തു എവിടെ വെച്ച് കഴിഞ്ഞാലും നമുക്ക് പ്രതിബിംബം നമ്മുടെ റെറ്റിനയിൽ തന്നെ ഉണ്ടാകും. എവിടെ വസ്തു വെച്ചാലും റെറ്റിനയിൽ തന്നെ പ്രതിബിംബം ഉണ്ടാകും. അത് നമ്മുടെ കണ്ണിൻ്റെ ലെൻസിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതായത് വസ്തുക്കളുടെ സ്ഥാനം എവിടെയായിരുന്നാലും പ്രതിബിംബം റെറ്റിനയിൽ പതിക്കത്തക്ക വിധം ലെൻസിൻ്റെ വക്രത വ്യത്യാസപ്പെടുത്തി ഫോക്കസ് ദൂരം ക്രമീകരിക്കാനുള്ള കഴിവാണ് കണ്ണിൻ്റെ സമഞ്ജനക്ഷമത അല്ലെങ്കിൽ പവർ ഓഫ് അക്കോമഡേഷൻ. അപ്പോൾ ഒബ്ജക്റ്റ് എവിടെയായിട്ടിരുന്നാലും പ്രതിബിംബം എന്ത് ചെയ്യും? റെറ്റിനയിൽ തന്നെ ഫോം ചെയ്യും. അത് ലെൻസിൻ്റെ ആ ഒരു കർവേച്ചറൊക്കെ വ്യത്യാസപ്പെടുത്തി ഫോക്കസ് ദൂരം ക്രമീകരിക്കാനുള്ള കഴിവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് വിളിക്കുക. അപ്പോൾ ചിലരുടെ കണ്ണിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതിൽ ഒന്നാമത്തതാണ് ദീർഘദൃഷ്ടി അല്ലെങ്കിൽ ഹൈപ്പർ മെട്രോപ്പിയ അല്ലെങ്കിൽ ലോങ് സൈറ്റഡ്നെസ് എന്നൊക്കെ വിളിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മുടെ ഇവിടെ പ്രതിബിംബം ഉണ്ടായത് എവിടെയാണ്? റെറ്റിനയ്ക്ക് പുറത്താണ്. അതായത് ദീർഘദൃഷ്ടി അല്ലെങ്കിൽ ഹൈപ്പർ മെട്രോപ്പി എന്ന് പറയുന്നത് അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. എന്നാൽ അടുത്തുള്ള വസ്തുക്കളെ എന്ത് ചെയ്യാൻ പറ്റില്ല? വ്യക്തമായിട്ട് കാണാൻ സാധിക്കാത്ത തരം ഒരു നേത്രത്തിൻ്റെ ഒരു ന്യൂനതയാണ് ദീർഘദൃഷ്ടി, അല്ലേ? അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാമെങ്കിലും പ്രതിബിംബം റെറ്റിനയിൽ കൃത്യമായി രൂപപ്പെടാത്തത് മൂലം ചിലർക്ക് അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കില്ല. കണ്ണിൻ്റെ ഈ വൈകല്യമാണ് ദീർഘദൃഷ്ടി അല്ലെങ്കിൽ ഹൈപ്പർ മെട്രോപ്പിയ. അപ്പോൾ ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് ഇവിടെ എന്താണ്? നേത്രഗോളത്തിൻ്റെ വലിപ്പക്കുറവ്, അതുപോലെ ലെൻസിൻ്റെ പവർ കുറയുന്നത്. ഇത് രണ്ടുമാണ് ദീർഘദൃഷ്ടിക്ക് കാരണം. അപ്പോൾ ദീർഘദൃഷ്ടി എന്ന് പറഞ്ഞാൽ വലുത് എന്നാണ് അർത്ഥം, വലുത്, അല്ലേ? അതിനുള്ള കാരണങ്ങളൊക്കെ ചെറുതായിരിക്കും. അതായത് നേത്രഗോളത്തിൻ്റെ ഐബോളിൻ്റെ വലിപ്പം കുറയുന്നത്, അതുപോലെ ലെൻസിൻ്റെ പവർ കുറയുന്നത്, ഇത് രണ്ടും ദീർഘദൃഷ്ടിക്ക് കാരണങ്ങളാണ്. അപ്പോൾ ഇത് പരിഹരിക്കാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാം? അനുയോജ്യമായ ഫോക്കസ് ദൂരമുള്ള ഒരു കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കാം. ഇനി അടുത്ത് ഹ്രസ്വദൃഷ്ടി അല്ലെങ്കിൽ മയോപ്പിയ, നിയർ സൈറ്റഡ്നെസ്, അല്ലേ? ഹ്രസ്വദൃഷ്ടി എന്ന് പറഞ്ഞാൽ അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും, പക്ഷേ അകലത്തിലുള്ള വസ്തുക്കളെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കില്ല. അത് റെറ്റിനയ്ക്ക് മുമ്പിലായിരിക്കും ആ പ്രതിബിംബം രൂപപ്പെടുക. അപ്പോൾ അതിനുള്ള കാരണം എന്തായിരിക്കും? നേത്രഗോളത്തിൻ്റെ വലിപ്പം കൂടുക, അല്ല, ഐബോളിൻ്റെ വലിപ്പം കൂടുക, ലെൻസിൻ്റെ പവർ കൂടുക. അപ്പോൾ ഹ്രസ്വം എന്ന് പറഞ്ഞാൽ ചെറുത് എന്നാണ് അർത്ഥം, അല്ലെ? അതിൻ്റെ കാരണങ്ങളൊക്കെ വലുതായിരിക്കും. അതായത് നേത്രഗോളത്തിൻ്റെ വലിപ്പം കൂടുന്നു, ഐബോളിൻ്റെ സൈസ് കൂടുന്നു, പവർ, ലെൻസിൻ്റെ പവർ കൂടുന്നു. അപ്പോൾ ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അനുയോജ്യമായ ഫോക്കസ് ദൂരമുള്ള ഒരു കോൺകേവ് ലെൻസ് ഉപയോഗിച്ച് അത് പരിഹരിക്കാം. ലെൻസിൻ്റെ പവർ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ലെൻസിൻ്റെ പവർ എന്ന് പറയുന്നത് എന്താണ്? ഫോക്കസ് ദൂരത്തിൻ്റെ വിൽക്രമത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അല്ലെങ്കിൽ റെസിപ്രോക്കലിനെയാണ് എന്ത് വിളിക്കുക? പവർ എന്ന് വിളിക്കുക. അത് മീറ്ററിലുള്ള ഫോക്കസ് ദൂരമായിരിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കുക. ഡയോപ്റ്ററാണ് അതിൻ്റെ യൂണിറ്റ്, ഡി എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇനി വെള്ളെഴുത്ത് അല്ലെങ്കിൽ പ്രസ് ബയോപ്പിയ, ഈ പ്രായം കൂടിയവർക്ക് നിയർ പോയിന്റിലേക്കുള്ള അടുത്തുള്ള വസ്തുക്കളെ കാണാനുള്ള അകലം സാധാരണ 25 സെൻറ്റിമീറ്റർ ആണ്. പക്ഷേ പ്രായം കൂടിയവർക്ക് എന്ത് ചെയ്യും? അതങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അതിന് കാരണം സീലിയറി പേശികളുടെ ക്ഷമത കുറയുന്നതാണ്. ഇത്തരക്കാർക്ക് പവർ ഓഫ് അക്കോമഡേഷനുള്ള കഴിവ് കുറവായിരിക്കും. ഇതാണ് വെള്ളെഴുത്ത്. ഇത് അനുയോജ്യമായ ഫോക്കസ് ദൂരമുള്ള കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാം. അപ്പം നേത്രദാനം മഹാദാനം എന്നാണല്ലോ, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം. എല്ലാ പ്രായക്കാർക്കും നേത്രദാനം നടത്താവുന്നതാണ്. കോർണിയ മാറ്റിവെക്കൽ വഴി നമുക്കത് സാധിക്കും. പ്രത്യേകതരം അസുഖമുള്ള നേത്രപടലം മാത്രമാണ് ഉപയോഗിക്കാൻ കഴിയാത്തത്. നേത്രദാനത്തിന് സമ്മതം നൽകിയ വ്യക്തിയുടെ മരണശേഷം
6 മണിക്കൂറിനുള്ളിൽ കോർണിയ എടുക്കണം. അപ്പോൾ കോർണിയാണ് അവിടെ മാറ്റി വയ്ക്കുന്നത് കേട്ടോ. നേത്രദാനത്തിൻ്റെ പ്രാധാന്യം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും അവരുടെ പങ്കാളിത്തം ഉറപ്പാക്കുക ചെയ്യണം. ഓക്കെ, കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അടുത്തത് ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ്, പ്രകാശ പ്രകീർണനം. ഒരു പ്രിസത്തിലൂടെ സൂര്യപ്രകാശം കടന്നു പോകുന്ന സമയത്ത് അത് 7 വർണ്ണങ്ങളായിട്ട് വേർപിരിയുന്നുണ്ട്. നമുക്കറിയാം വിബ്ജിയർ അല്ലേ. ഏറ്റവും മുകളിൽ വയലറ്റും, ഏറ്റവും മുകളിൽ റെഡും, ഏറ്റവും താഴെ വയലറ്റും ആണ് കിട്ടുക, വിബ്ജിയർ അല്ലേ. ഒന്നിൽ കൂടുതൽ വർണ്ണങ്ങൾ സംയോജിച്ചുണ്ടാകുന്ന പ്രകാശമാണ് കോമ്പോസിറ്റ് ലൈറ്റ് അല്ലെങ്കിൽ സമന്വിത പ്രകാശം. ഈ സമന്വിത പ്രകാശം ഘടകവർണ്ണങ്ങളായിട്ട് വേർതിരിയുന്ന പ്രതിഭാസമാണ് പ്രകാശ പ്രകീർണനം. അപ്പോൾ ചിലപ്പോൾ ലേസർ ടോർച്ച് എന്നുള്ള പ്രകാശം ഒരു പ്രിസത്തിലൂടെ കടത്തിയിട്ട് എന്താ സംഭവിക്കുന്ന പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇപ്പോൾ ചുവന്ന ലേസർ ടോർച്ച് ആണെങ്കിൽ അതിലൊരൊറ്റ കളറ് മാത്രമേ ഉള്ളൂ. അത് അതേപോലെ തന്നെ എന്ത് ചെയ്യും, അപവർത്തനം മാത്രമേ നടക്കുകയുള്ളൂ. മനസ്സിലാവുന്നോ? അപ്പോൾ സമന്വിത പ്രകാശം കോമ്പോസിറ്റ് ലൈറ്റ് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ഘടകവർണ്ണങ്ങളായിട്ട് വേർപിരിയുന്നത്. ഇങ്ങനെ പ്രകീർണന ഫലമായിട്ടുന്ന വർണ്ണങ്ങളുടെ ക്രമമായ വിതരണത്തെ വർണ്ണരാജി അല്ലെങ്കിൽ വിസിബിൾ സ്പെക്ട്രം എന്നാണ് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതേപോലെ മഴവില്ല് രാവിലെയാണ് ഫോം ചെയ്യുന്നതെങ്കിൽ അത് സൂര്യന് നേരെ എതിർവശത്ത്, അതായത് പടിഞ്ഞാറ് ഭാഗത്തും, വൈകുന്നേരം ആണെങ്കിൽ കിഴക്ക് ഭാഗത്താണ് എന്തുണ്ടാവുക, മഴവില്ലുണ്ടാവുക. മഴ പെയ്ത് തോർന്ന സമയത്താണ് മഴവില്ല് അധികം കാണുക. കാരണം ഈ സൂര്യപ്രകാശം ഏതിലൂടെ കടന്നു പോകണം, ജലത്തുള്ളിയിലൂടെ കടന്നു പോകണം. അങ്ങനെ ജലത്തുള്ളിയിലൂടെ കടന്നു പോകുന്ന സമയത്ത് 2 പ്രാവശ്യം അപവർത്തനത്തിനും ഒരു പൂർണ്ണ ആന്തര പ്രതിപതനത്തിനും വിധേയമാകും. അങ്ങനെയാണ് ഇതിന് എന്ത് ചെയ്യുന്നത്, മഴവില്ല് ഉണ്ടാവുന്നത് അല്ലേ. ഏറ്റവും മുകളിൽ ചുവപ്പും ഏറ്റവും താഴെ വയലറ്റ് നിറവുമാണ് ഉണ്ടാവുക. വിമാനത്തിൽ നിന്ന് നോക്കിയാൽ മഴവില്ല് വൃത്താകൃതിയിലാണ് കാണാൻ സാധിക്കുക. അപ്പോൾ അത്തരം കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ വർണ്ണങ്ങളുടെ പുനഃസംയോജനം അല്ലേ. അതായത് ഒരു പ്രിസം നേരെ പാദം താഴെയായിട്ടും മറ്റേ പ്രിസം നേരെ കുത്തനെയും വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്രകാശം കടന്നു പോയിട്ടുണ്ടെങ്കിൽ തിരിച്ച് ധവളപ്രകാശം കിട്ടുമെന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ. പുനഃസംയോജനം കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ ന്യൂട്ടൻ്റെ വർണ്ണപ്പമ്പരം, നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്. വർണ്ണപ്പമ്പരം വളരെ സ്പീഡിൽ കറക്കുകയാണെങ്കിൽ നമുക്കത് വെള്ളയായിട്ട് കാണും. അതുപോലെ വേഗത്തിൽ ചുഴറ്റുന്ന തീപ്പന്തത്തിൻ്റെ പാത വൃത്താകൃതിയിൽ കാണും. അതായത് വീക്ഷണസ്ഥിരത, പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ ആണ് ഇതിന് കാരണം. ഒരു ദൃശ്യാനുഭവം നമ്മുടെ റെറ്റിനയിൽ 1/16 സെക്കൻഡ് സമയത്തേക്ക് തങ്ങി നിൽക്കും. ഈ പ്രതിഭാസമാണ് വീക്ഷണസ്ഥിരത എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ്, കാര്യം ശ്രദ്ധിക്കുക. പ്രകാശത്തിൻ്റെ വിസരണം, സ്കാറ്ററിങ് ഓഫ് ലൈറ്റ്, നമ്മുടെ ആകാശം നീല നിറത്തിൽ കാണുന്നതും ഉദയാസ്തമയങ്ങളിൽ ചുവന്ന നിറത്തിൽ കാണുന്നതും ഒക്കെ വിസരണം കാരണമാണ്. സൂര്യപ്രകാശം അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രകാശകിരണങ്ങൾ അന്തരീക്ഷത്തിലെ സൂക്ഷ്മ കണികൾ തട്ടി ചിതറുന്ന പ്രക്രിയയാണ് ഈ വിസരണം എന്ന് പറയുന്നത്. പ്രകാശത്തിന് മാധ്യമത്തിലെ കണങ്ങൾ തട്ടി സംഭവിക്കുന്ന ക്രമരഹിതവും ഭാഗികവുമായ ദിശാവ്യതിയാനമാണ് വിസരണം. അപ്പോൾ ഇവിടെ ഒരു പരീക്ഷണം നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട് അല്ലേ. ഒരു ഗ്ലാസിൻ്റെ ട്രഫ് എടുത്തിട്ട് അതിലേക്ക് വെള്ളം നിറച്ചു, എന്നിട്ട് അതിൽ വളരെ കുറച്ച് സോഡിയം സൾഫേറ്റ് അതിൽ ഉണ്ടാക്കി, ലായനി ഉണ്ടാക്കി, അതിലേക്ക് കുറച്ച് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിക്കുന്നു. ടോർച്ച് ലൈറ്റ് അടിക്കുന്ന സമയത്ത് ആ വെള്ളത്തിന് നീല നിറം ഉണ്ടാവുന്നു, ആ സ്ക്രീനിൽ ചുവപ്പ് നിറം വരുന്നു. അതൊക്കെ നിങ്ങൾ കണ്ടതാണ്. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ ചോദിച്ചേക്കാം എന്താണ് അതിൽ ഉണ്ടാവുന്നത് എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ സോഡിയം തയോസൾഫേറ്റും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ അവിടെ സൾഫർ ആവശ്യപ്പെടുന്നുണ്ട്. ഇതാണ് സൾഫറിൻ്റെ കണങ്ങളാണ് അവിടെ വിസരണം ഉണ്ടാക്കുന്നത്. അപ്പോൾ തരംഗദൈർഘ്യം കൂടുതലുള്ള ഒരാൾക്ക് വിസരണം വളരെ കുറവായിരിക്കും അല്ലേ. വിസരണത്തിൻ്റെ നിരക്കും കണങ്ങളുടെ വലിപ്പവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. കണങ്ങളുടെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് വിസരണവും കൂടും. കണങ്ങളുടെ വലിപ്പം പ്രകാശത്തിന് തരംഗദൈർഘ്യത്തേക്കാൾ കൂടുതലായാൽ എല്ലാ വർണ്ണങ്ങൾക്കും വിസരണം ഒരുപോലെ ആയിരിക്കും. ഉദയാസ്തമയങ്ങൾ സൂര്യൻ്റെ നിറം. അപ്പം രാവിലെയും വൈകിട്ടൊക്കെ ഈ സൂര്യരശ്മിക്ക് ഭൂമിയിലെത്താൻ വളരെ കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വരും. അപ്പം അങ്ങനെയുള്ള പാതയിലൂടെ ഈ സൂര്യപ്രകാശം കടന്നു വരുമ്പോൾ തരംഗദൈർഘ്യം കുറഞ്ഞ അല്ലെങ്കിൽ വേവ് ലെങ്ത് കുറഞ്ഞ വർണ്ണങ്ങൾ, വയലറ്റ്, ഇൻഡിഗോ തുടങ്ങിയവയൊക്കെ, ബ്ലൂ തുടങ്ങിയവയൊക്കെ എന്ത് ചെയ്യും, വിസരണം സംഭവിച്ചിട്ട് നമ്മുടെ ഭൂമിയിലെത്തില്ല. പിന്നെ തരംഗദൈർഘ്യം കൂടിയ, വേവ് ലെങ്ത് കൂടിയ റെഡ്, ഓറഞ്ച് തുടങ്ങിയിട്ടുള്ള യെല്ലോ തുടങ്ങിയിട്ടുള്ളവയാണ് ഭൂമിയിലെത്തുക. അതുകൊണ്ടാണ് നമുക്ക് ആകാശം എന്ത് നിറത്തിൽ കാണുന്നത്, ഒരു ചുവപ്പ് നിറത്തിൽ കാണപ്പെടാൻ കാരണം. ഓക്കെ, അടുത്ത ടിൻഡിൽ പ്രഭാവം. മഞ്ഞുള്ള ഒരു പ്രഭാതത്തിലെ കാഴ്ച നിങ്ങൾ ചിത്രത്തിൽ കണ്ടു. അതുപോലെ നിങ്ങളുടെ ക്ലാസ്സിലെ പ്രൊജക്ടറിൽ നിന്ന് വരുന്ന പ്രകാശം ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു ബീം പോലെ തോന്നിക്കുന്നു. അപ്പം ഇവിടെ നമ്മൾ അന്തരീക്ഷത്തിൽ ധാരാളം പൊടികളും കണികകളൊക്കെ ഉണ്ടാവും. ഒരു കൊളോയിഡൽ ദ്രവത്തിലൂടെ, സസ്പെൻഷനിലൂടെ പ്രകാശകിരണങ്ങൾ കടന്നു പോകുമ്പോൾ
അവയ്ക്ക് സംഭവിക്കുന്ന വിസരണം മൂലം വളരെ ചെറിയ കണികൾ പ്രകാശിതമാകുന്നു. ഈ പ്രതിഭാസമാണ് ടിൻഡൽ പ്രഭാവം. നമുക്കറിയാം പ്രകാശ മലിനീകരണം വളരെ പ്രധാനപ്പെട്ട ഒരു ടേമാണ്. ഇത് പരീക്ഷയ്ക്ക് ഇതുവരെ ചോദിച്ചിട്ടില്ല, പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിച്ചേക്കാം, ഈ പരീക്ഷയ്ക്ക് ചോദിച്ചേക്കാം അല്ലേ. അപ്പോൾ അമിതമായ അളവിലും വിവേചനരഹിതമായ രീതിയിലുള്ള പ്രകാശത്തിൻ്റെ ഉപയോഗമാണ് പ്രകാശ മലിനീകരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അമിതമായ അമൃതും വിഷമാണ്, ജീവജാലങ്ങളുടെ സ്വാഭാവിക ജീവിതക്രമത്തെ പ്രതികൂലമായി ബാധിക്കും. ആകാശ കാഴ്ച മറയ്ക്കുന്നത് മൂലം വാന നിരീക്ഷണം അസാധ്യമാക്കും. ഉയർന്ന ഫ്ലാറ്റുകളിലെ പ്രകാശം ദേശാടന പക്ഷികളുടെ ദിശ തെറ്റിക്കും. വാഹനങ്ങളുടെ ഹെഡ്ലാമ്പുകളിൽ നിന്നുള്ള ഹൈ ബീമിൻ്റെ അമിത പ്രകാശം മറ്റുള്ളവരുടെ കാഴ്ചയ്ക്ക് തടസ്സം ഉണ്ടാക്കുകയും അതുവഴി അപകടം ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. വളരെ എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ്, എന്നാലും ഇതിൽ നിന്ന് ധാരാളം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ വളരെ നന്നായിട്ട് പഠിച്ചിട്ട് വളരെ നല്ല രീതിയിൽ പരീക്ഷ എഴുതുക. ഞാൻ പ്രത്യേകം പറയുന്നു, ചോദ്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ വായിച്ചു നോക്കണം. ചോദിച്ചതിനായിരിക്കണം നിങ്ങൾ ഉത്തരം എഴുതേണ്ടത്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേരുന്നു.